അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലൊരു LM324 IC യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഫിൽട്ടർ ബോർഡിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് നേരെ ബോർഡിന്റെ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ LM324 എന്ന IC യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സബ് ഫിൽട്ടർ ബോർഡാണിത്. നമുക്ക് ഈ ബോർഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന വോൾട്ടേജ് ഒരു ഡ്യുവൽ സപ്ലൈ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് 27027 ആണ്. നമ്മൾ ഹൈ പവർ ആംപ്ലിഫയറിലൊക്കെ നമ്മൾ 27027 ആയിരിക്കും പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 12012 ഒക്കെ ഫിൽട്ടർ ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന് ഒരു റെഗുലേറ്ററൊക്കെ വെക്കേണ്ടി വരും. ഇതാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സർക്യൂട്ടിലേക്ക് തന്നെ ആ ഒരു വോൾട്ടേജിലേക്ക് കയറ്റി കൊടുത്താൽ മതി. അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 27027 വോൾട്ടേജിൽ ഈ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഇന്ന് കൊടുക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. അതേപോലെ നമ്മുടെ ഔട്ട് എടുക്കുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നായിരിക്കും. മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 2 പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാസ് എന്നാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൊന്ന് ഡെസിബൽ സെറ്റ് ചെയ്യാനും ഒന്ന് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ആണ് ഈ 2 കൊടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഈ ബോർഡിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലൊരു 10K ഈ 2 പ്രീസെറ്റ് ഊരിയതിന് ശേഷം 3 വയർ ഇട്ടിട്ട് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു നിന്നും, അതായത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടിലായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് നമുക്കിതിൻ്റെ DBs കൺട്രോൾ ചെയ്യാവുന്ന ഒരു 23 റെസിസ്റ്ററും 3 സാധാരണ കപ്പാസിറ്ററും പിന്നെ ഒരു 6 ബോക്സ് കപ്പാസിറ്ററും അതുപോലെ 2 പോർട്ടും ഒരു 8 ഡിസ്ക് കപ്പാസിറ്ററും പിന്നെ ഒരു IC ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആര് വാങ്ങിച്ചാലും വളരെ എളുപ്പത്തിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാവുന്നൊരു ബോർഡാണിത്. ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവത്തില്ല. സർക്യൂട്ട് ചെറുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നോയ്സ് ഒട്ടും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. ഞാനിത് 2 സെറ്റുകളിലേക്ക് ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കമൻസാണ് വന്നത്. യൂസ് ചെയ്തേക്കുന്ന PCBയും ഒരു മീഡിയം ക്വാളിറ്റിയുള്ള PCB ആണ്. അപ്പോൾ ഈ ഒരു PCB വെച്ചിട്ട് ഒരു സബ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ. നമ്മുടെ മാർക്കറ്റിൽ ഏതാണ്ട് ഒരു 150-180 എമൗണ്ടിൽ അവൈലബിൾ ആയിട്ടൊരു ബോർഡാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. പിന്നെ ബോർഡിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അഥവാ ബോർഡ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കൊറിയർ സർവീസ് വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.